ചരിത്രങ്ങളുടെ താളുകളിലേക്ക് മഷിപ്പടർപ്പുകൾ ചുരുത്താൻ വീണ്ടും മുഹൂർത്തം ആയിരിക്കുന്നു. കാൽപന്തിന്റെ സർവ്വസന്നാഹങ്ങളുമായി മധുരമുള്ളൊരു രാവ് കൂടെ കാൽപന്ത് പ്രേമികളിലേക്ക് ആഘാതമാവുകയാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ താളുകളിലേക്ക് പുതിയൊരു അധ്യായം കൂടെ തുന്നിച്ചേർക്കുകയാണ്. സൗദിയുടെ മണൽ തീരങ്ങളെ തഴുകിത്തലോടുന്ന കാറ്റുകൾ പറയുന്ന കഥകളിലെ ആ പോരാട്ട നർത്തകർ ഇവരാണ്. ഫ്ലിക്കിന്റെ ബാർസയും സാബിയുടെ റയലും. പരസ്പരം തോൽക്കാൻ മനസ്സില്ലാതെ വിജയത്തിന്റെ ശീതളിമ പകർത്താൻ ഇരു ടീമും കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ വിധി അവർക്കായി കാത്തിരിക്കുന്നുണ്ടാകും. പഴമഴയിൽ ലയിച്ചു ചേർന്ന 21 മത്സരങ്ങളാണ്. അതിൽ 105 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് വിജയിക്കുന്നുണ്ട്. 440 ഗോളുകൾ അടിച്ചുകൂട്ടി. മറിച്ച് ബാർസയാകട്ടെ 104 മത്സരങ്ങളിലും റയലിനെ പരാജയപ്പെടുത്തി 435 ഗോളുകൾ സ്കോർ ചെയ്തു. അവശേഷിച്ച 52 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. എൽ ക്ലാസിക്കോയുടെ കണക്കുകളിൽ റയലിനൊപ്പമെത്താൻ ബാർസലോണക്ക് ഫൈനലിൽ ലോസ് ബ്ലാങ്കോസിനെ മലർത്തിയടിക്കണം. സൂപ്പർ കോപ്പയുടെ കണക്കുകളിൽ മുൻപന്തിയിലുള്ളത് ബാർസ തന്നെയാണ്. 15 തവണയാണ് അവർ കിരീടം ചൂടിയത്. എന്നാൽ റയൽ മാഡ്രിഡ് ആകട്ടെ 13 തവണയും. പുതുവത്സരത്തിന്റെ വരവിൽ ഈ രണ്ട് ക്ലബ്ബും കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് റയലും ബാർസയും നേർക്കുനേർ കൊമ്പ് കോർക്കാൻ ഒരുങ്ങുന്നത്. പുതുവത്സരത്തിലെ ആദ്യ പരാജയം ആരേറ്റുവാങ്ങുമെന്നത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. ഇരു ടീമും നിലവിൽ മികച്ച ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. വ്യക്തിഗത താരങ്ങളുടെ പോരാട്ടങ്ങൾ, മിഡ്ഫീൽഡിലെ നിയന്ത്രണത്തിലായുള്ള യുദ്ധം, കോച്ചുമാരുടെ തന്ത്രപരമായ നീക്കങ്ങൾ എല്ലാം കോർത്തിണങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം ആസ്വദിച്ച് മതിമറന്ന കാവ്യനിധിയുടെ മഹാപ്രതിഭാവം വീണ്ടും രചിക്കപ്പെടും. ഒരു ബാർസലോണ ആരാധകനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് 2025 ഒക്ടോബറിലെ എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡ് ബാർസലോണക്കെതിരെ 2-1 വിജയം നേടിയെടുത്തത്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിനെ ചിഹ്ന ഭിന്നമാക്കി തൂത്തെറിഞ്ഞെങ്കിലും ഈ തോൽവിയിൽ ബാർസലോണ വീർപ്പ് മുട്ടുകയാണ്. അതിന് മറുപടി പറയാൻ കൂടിയാണ് ബാർസലോണ കളിക്കളത്തിലേക്ക് വരുന്നത്. എന്നാൽ റയലാകട്ടെ കഴിഞ്ഞ സീസണിൽ ബാർസലോണ തങ്ങളെ വേട്ടയാടിയതുപോലെ അവർക്കുമേൽ ഗർജനമുയർത്തി നർത്തകമാടണം. ഇങ്ങനെ അസമത്വങ്ങൾ പേരുന്ന യുദ്ധ പോരാട്ടത്തിനാണ് കാൽപന്ത് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബാർസ കളത്തിലേക്ക് വരുന്നത് ഇപ്രകാരമാകും. റാഫീനയും ഫെറാൻ ടോറസും ഫെർമിൻ ലോപ്പസും ലാമിൻ യമാലും ആരാധകരെ ബമ്പൽ കൊള്ളിക്കുന്ന മുന്നേറ്റ നിര തന്നെയാണിത്. ഡിയോങ്ങും പെഡ്രിയും മിഡ്ഫീൽഡ് നിയന്ത്രിക്കും. ബാൽഡയും കുബാർസിയും ഗാർസിയയും കൗണ്ടിയും പ്രതിരോധ കോട്ട തീർക്കും. ഗോൾ വലക്ക് മുമ്പിൽ കാറ്റലോണിയൻ പടയുടെ രക്ഷകനായി പലതവണ അവതരിച്ച ജോൺ ഗാർഷിയ നിലയുറപ്പിക്കും. മറിച്ച് റയൽ മാഡ്രിഡിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഗോൾ വലക്ക് മുമ്പിൽ പോയ കാലത്തെ 2 കിരീടങ്ങളുടെ വാശിയാൽ കോർട്ടോയിസ് അവതരണം കൊള്ളും. ബാർസയുടെ അജയ്യമായ മുന്നേറ്റ നിരയെ തകർത്തെറിയാൻ കരേസസും റോഡ്രിഗറും അസെൻസിയോയും വാൽവർദയും ചുക്കാൻ പിടിക്കും. മധ്യനിരയിൽ കമവിംഗയും ചൗമേനിയും നിലയുറപ്പിക്കും. ബാർസയുടെ കാവൽ പടയെ തകർത്തെറിയാൻ വിനിയും ബെല്ലിങ്ങാമും റോഡ്രിഗോയും പിന്നെ പരിക്കിന്റെ പിടിയിൽ പുറത്താക്കപ്പെട്ട എംബാപ്പ തിരിച്ചു വരുന്നതോടുകൂടി റയലിന്റെ മുന്നേറ്റ നിര താരതിളക്കങ്ങളാൽ അടിയുല്ലസിക്കും. വാശിയുടെ ഈ പുതുകഥയിൽ കോർട്ടോയിസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ സീസണിലെ ഫൈനലുകളിലെ 2 തോൽവികൾ അസുരപ്പടയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഇങ്ങനെ അടിക്കടിക്കുള്ള മാറ്റങ്ങൾ ടീമിന്റെ അടിത്തറ തകർക്കുന്നതിൽ പ്രധാന അധ്യക്ഷം വഹിക്കുന്നുണ്ട്. ലിയാം റോസിനിയറുടെ കീഴിലുള്ള ആദ്യ മത്സരം ജനുവരി 10 FA കപ്പിൽ സാർട്ടൻ അറ്റ്ലിക്കിനെതിരെയാണ്. നിരാശകളുടെ കയ്പ് വെടിഞ്ഞ് പ്രതീക്ഷകളുടെ കരണങ്ങളെ വരവേൽക്കാൻ ചെൽസി ആരാധകർ ഒരുക്കമാണ്. ആരാധകരുമായി വേദി പങ്കിടുമ്പോൾ ലിയാം റോസിനിയർ പ്രത്യേകം ഒരു സന്ദേശം നൽകുന്നുണ്ട്. വിശ്വസിക്കുക. നിങ്ങളെ അത്രമേൽ ത്രസിപ്പിച്ച ഈ പടയിൽ വിശ്വസിക്കുക. ടീമുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വീടുകളിൽ ഒതുങ്ങാതെ ഗാലറിയിൽ പ്രകടമാക്കുക. നിങ്ങളുടെ ഓരോ മുഴക്കങ്ങളും ഞങ്ങളുടെ ഊർജമാണ്. നിങ്ങളുടെ മോഹകൂമ്പാരങ്ങളെ പ്രതിഫലിപ്പിച്ച പട്ടം എനിക്ക് കരസ്ഥമാക്കണം. പ്രതീക്ഷകളെ തഴുകി തലോടുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഒരേ വികാരത്തോടെ അത്രമേൽ വാശിയോടെ തുലാതുലനമായി കളിക്കളത്തിൽ ചുവടുറപ്പിക്കുന്ന 2 വൻശക്തികൾ നായാട്ടിനിറങ്ങുമ്പോൾ സംഹാര പാണ്ഡവത്താൽ ആ കിരീടത്തെ കഴിഞ്ഞ സീസണിലേതുപോലെ ബാർസയുടെ ചുണ്ടുകളിലേക്ക് ചേർക്കുമോ? അല്ലെങ്കിൽ പത്തരമാറ്റിന്റെ പ്രൗഢിയോടെ സൂപ്പർ കോപ്പയുടെ കിരീടം ബെർണാബ്യുവിന്റെ ഷെൽഫിലേക്ക് എത്തുമോ? ആ വിശ്രമത്തിന്റെ കഥ പറയുന്ന സമയത്തിലേക്ക് കണ്ണും നട്ട് നമുക്ക് കാത്തിരിക്കാം.